നമ്മുടെ ഉണ്ണികൃഷ്ണൻ പെരുമഴയത്ത് കളിക്കുകയാണ് കേട്ടോ. മഴയും ഉണ്ണികൃഷ്ണനും തമ്മിൽ പണ്ടേ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് പറയാറുള്ളത്. ഉണ്ണികൃഷ്ണൻ ജനിച്ച ദിവസം മഴ പെയ്തിരുന്നു എന്ന് നമ്മളോട് എപ്പോഴും പറയാറുണ്ടല്ലേ. ഇന്നും അഷ്ടമരോഹിണിയുടെ അന്ന് രാത്രി ആയാലൊരു മഴ പതിവുള്ളതല്ലേ. അതുമാത്രമല്ല കേട്ടോ, തുലാവർഷം എന്നൊരു കാലവർഷം നമ്മൾ കേരളീയർക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ടെന്ന് പറയാറുണ്ട് ആചാര്യൻ. ആ തുലാവർഷത്തിൻ്റെ പ്രത്യേകത, രാവിലെ ഒന്നും മഴയുണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് അന്തരീക്ഷം മാറുന്നതും ഒരു 3 മണിക്ക് ശേഷമാണ് മഴയായി മാറാറുള്ളതും. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയൂ, ഈ മഴമേഘങ്ങളിലേക്ക് സൂര്യപ്രകാശം തട്ടിയിട്ട് ഒരു തിളങ്ങുന്ന നിറം കാണാൻ സാധിക്കും. ആ നിറമാണത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണന്. ഇനി വരുന്ന തുലാവർഷത്തിൽ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അങ്ങനെ മഴമേഘങ്ങളുടെ നിറമുള്ള ആ ഉണ്ണികൃഷ്ണന് മഴമേഘങ്ങൾക്ക് അത്ര ഇഷ്ടമാണത്രേ. ആ മഴമേഘങ്ങൾ ഉണ്ണികൃഷ്ണനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഴയത്ത് എന്നാണ് കരുതേണ്ടത്. ഇങ്ങനെ മഴയത്ത് നിൽക്കണ ഉണ്ണീനെ കണ്ട ചില അമ്മമാരെങ്കിലും പറയൂ കേട്ടോ, ഉണ്ണിക്ക് പനി വരില്ലേ സവിത, എത്രയും വേണ്ടിയിരുന്നു എന്ന്. ഉണ്ണിയോടുള്ള അത്രയുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി യശോദമ്മയോട് ഓടി ചെന്ന് പറയാം, ഉണ്ണിയെ മഴയത്തുനിന്ന് എടുത്തോളാൻ. ഇവിടെയുണ്ട് കേട്ടോ 3 കുഞ്ഞു ഗോപികമാർ. ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്, അമ്മയെ ഞങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ മോഹമാവണമെന്ന്. ഇന്നലെയൊന്നും ഞാൻ സമ്മതിച്ചില്ല വെച്ചാലും ഇന്നത്തെ നമ്മുടെ ഈ ഉണ്ണിയെ കണ്ടപ്പോൾ എനിക്കും തോന്നുക, ഈ കുഞ്ഞു ഗോപികമാരെ മഴയത്ത് കളിക്കാൻ അനുവദിച്ചാലോ എന്ന്. എന്തായാലും കണ്ണനും ഗോപികമാരും ഗോപന്മാരും എല്ലാവരും കൂടി ഇന്ന് മഴയത്ത് കളിക്കട്ടെ അല്ലേ. എല്ലാവർക്കും ശുഭദിനം.